ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പോൾ അതിന് പുട്ടുപൊടി ഇല്ല എന്ന് വിചാരിച്ചാൽ ആരും പുട്ടുണ്ടാക്കാതിരിക്കരുത്, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് മട്ടയരി എന്ന് പറയും. തലേന്ന് തന്നെ ഇത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ പിറ്റേന്ന് ഇത് നന്നായിട്ട് കഴുകി വാരി എടുത്ത് ഒരു അരിപ്പക്കകത്തോട്ട് മാറ്റുക. അപ്പം വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം ജാറിലേക്ക് ഇട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുക. വളരെ നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട, നമ്മൾ ഒരു കുറച്ച് തരിതരിയോട് കൂടി ഇരുന്നാൽ മതി. അപ്പോൾ അതുപോലെ എല്ലാം പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്ത പുട്ടുപൊടിയിലേക്ക് നമ്മൾ പിന്നെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് ഇനിയിപ്പോൾ രാവിലത്തേക്ക് പുട്ടുപൊടിയില്ലാന്ന് വെച്ചാൽ ആരും പുട്ടുണ്ടാക്കാതിരിക്കരുത്, ഇതുപോലെ ചെയ്താൽ മതി. ഇത് വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ പുട്ടുകുറ്റിയിലേക്ക് മാറ്റുക. ഇത് വറക്കുകയോ ഒന്നും വേണ്ട, നമ്മൾ പൊടിച്ചെടുത്ത പാടെ നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ടു, അതുപോലെ തന്നെ പൊടിയും വാരി ഇട്ടു. അപ്പോൾ ഇനി അത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പം നമ്മളെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെയധികം ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം എന്താ, നമ്മളെ രണ്ടാമത്തെ പുട്ടും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നീട് ഞാൻ ഇതിൽ നിന്ന് ഒരു 2 കഷ്ണം പുട്ടെടുത്ത് ഉച്ചക്കേക്കുള്ള ലഞ്ചും കൂടി റെഡിയാക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചു, അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു, അതിലേക്ക് അല്പം കറിവേപ്പിട്ടു. പിന്നെ വീട്ടിലുള്ള പച്ചക്കറി മുഴുവൻ കൊത്തി അരിഞ്ഞ് അതിലേക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പൊ രാവിലെ തന്നെ തിരക്കായിട്ട് പോകുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളരെയധികം നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായി അതുപോലെ തന്നെ ഉച്ചക്കേക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ ഇതും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കേണ്ടതുണ്ട്. അപ്പം എല്ലാവരും പെട്ടെന്ന് തിരക്കുള്ളവർക്ക് ഇതൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മോൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പം അതിലേക്ക് അല്പം മല്ലിയിലയും ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് അല്പം തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല, പുട്ടിൽ തേങ്ങ ഇട്ടതുകൊണ്ട്. അപ്പോൾ അത് നമ്മളെ പുട്ട് ഉടച്ചെടുത്ത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തട്ടി ഉറപ്പിച്ച് അവിടെ വെക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഒന്ന് അതിനെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മളെ ഉച്ചക്കത്തെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനുള്ളതും കൂടെ റെഡിയായി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഇതുപോലെ ചെയ്തു നോക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. ഉച്ചക്ക് കൊണ്ടുപോയി കഴിക്കാൻ ഉച്ചക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം.